ചുമ്മാ ഇരുന്നപ്പം ക്രാഫ്റ്റ് ലാൻഡ് പോയതാണ്. ക്രാഫ്റ്റ് ലാൻഡിൽ മറ്റേ പച്ചക്കറിയൊക്കെ നടുന്നൊരു മാപ്പുണ്ടല്ലോ, അതിൽ കയറിയതാണ്. ആ മാപ്പിൽ കയറി എനിക്ക് സ്വന്തമായിട്ടൊരു ബേസൊക്കെ തന്നവർ അവിടെ കയറി എൻ്റെ അടുത്ത് പറഞ്ഞ് നിൻ്റെ ഇഷ്ടത്തിന് തക്കാളിയാ തേങ്ങയാ ക്യാരറ്റാ എന്ത് വേണമെങ്കിലും നട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി ആദ്യമേ ക്യാരറ്റ് നടാൻ പറഞ്ഞു. ക്യാരറ്റ് അങ്ങ് നട്ടുപിടിപ്പിച്ച് ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കുകയാണ് ക്യാരറ്റൊക്കെ നട്ടാൽ. പിന്നെ ഇങ്ങനെ ഓരോ റോയിലും ക്യാരറ്റ് ഇങ്ങനെ നട്ടുകൊണ്ടിരുന്ന് ആകെപ്പാട് 100 രൂപയുള്ള അതിൻ്റെ അകത്ത്. ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഉണ്ട്, സീനാണ്. അങ്ങനെ ഓരോ ക്യാരറ്റും എടുത്ത് മറ്റേ മാർക്കറ്റിൽ ചെന്ന് വിൽക്കാനാണ് പറയുന്നത്. അത് ഞാൻ ഇങ്ങോട്ടാണ് പോയി, എനിക്ക് അറിഞ്ഞൂടല്ലോ, ആദ്യമായിട്ട് കളിക്കല്ലേ. പിന്നെ എന്തൊക്കെയാണ് പറയുക, ഞാൻ എവിടെയൊക്കെ ഇട്ട് കുത്തി എനിക്കറിയാൻ വയ്യ. ബൈലൊക്കെ ഇട്ട് ചുമ്മാ ഇരുന്ന് കുത്തി. പിന്നെ സെയിൽ കൊണ്ട് പിന്നെ അത് സെലക്ട് ആൾ കൊടുത്ത് ഒരു പിടിയില്ല. മാപ്പിന് ഭയങ്കര ബഗ്ഗുണ്ടേ, മാപ്പിന് നല്ല ബഗ്ഗുണ്ട്. അങ്ങനെ സെയിൽ ചെയ്ത് വീണ്ടും ക്യാരറ്റിൻ്റെ അരി മേടിക്കാൻ പറഞ്ഞ് ക്യാരറ്റിൻ്റെ അരി മേടിച്ച് കുറേ മാർക്കറ്റിൻ്റെ ഓരോ ഇതൊക്കെ ഉണ്ട്. ഇത് വേറെ ഏതോ ഒരുത്തൻ്റെയാണ്. ഇവിടേക്ക് കൃഷി എനിക്ക് പറ്റുള്ളൂ പറഞ്ഞ് ഒരു ഗാർഡനിൽ പോയി പണിഞ്ഞോളാൻ പറഞ്ഞ്. അത് പിന്നെ ഓരോ ഗാർഡനിൽ കാണുന്ന സാധനങ്ങളുണ്ടായിരുന്നു. ആന, മീൻ, ഓരോരോ സാധനങ്ങളെ. എൻ്റെ ഗാർഡൻ എവിടെയെന്തോ അതാണ് TX18 എൻ്റെ ഗാർഡനാണിത്. ഇപ്പോൾ അങ്ങോട്ട് എടുത്തേ ഉള്ളൂ, കുഞ്ഞ് ഗാർഡൻ. ക്യാരറ്റ് ഞാൻ നേരത്തെ നട്ടു വെച്ചാണെന്ന് ഇടിച്ചിരിക്കുന്നു. വീണ്ടും അത് സെയിൽ ചെയ്യാൻ പോയി. 2 സെയിൽ ചെയ്തപ്പം എത്ര കിട്ടി? 91 കിട്ടി. അങ്ങനെ 359 അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഗാർഡനിലും ഓരോ പെറ്റൊക്കെ മേടിച്ചിടാൻ പറ്റും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കി. ആനയുടെ ഡീറ്റെയില് ഇതൊക്കെ മേയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ആനയും മീനിൻ്റെയൊക്കെ ഞാൻ 1 ഡേ സെറ്റാകും. എൻ്റെ ഗാർഡനിൽ മീൻ, ആന, കുതിര എല്ലാം സെറ്റാകും. കുതിര ഉണ്ടെങ്കിൽ കുതിര. എൻ്റെ മുട്ടയാണ്, നമ്മൾ ഈ മുട്ട മേടിച്ചിട്ടാണ് ഈ വലിയ മൃഗങ്ങളുണ്ടാകുന്നത്. നോക്കട്ടെ, വീണ്ടും കൊണ്ടുപോയി വിത്തിട്ട് മുളപ്പിക്കേണ്ടി വരും. പൈസ ഇല്ല, അതിൻ്റെയൊക്കെ വില കണ്ട 50,000 ഒക്കെയാണ്. ഞാൻ ആദ്യം വിചാരിച്ച 5,000 ആണെന്ന്, പിന്നെയല്ലേ നോക്കിയപ്പോൾ 50,000. പുല്ല്. ഇത് സ്റ്റോർ നോക്കട്ടെ എന്തിനാണത് സ്റ്റോക്ക് ഔട്ടായി. രാത്രിയോ വൈകുന്നേരമായി ചേട്ടാ. എൻ്റെ ഗോസ്റ്റ് ക്രിമിയുടെ കളറൊക്കെ മാറി. ഉള്ള ഒരു നാച്ചുറൽ എഫക്റ്റൊക്കെ ഉണ്ട്. വീണ്ടും വിത്ത് കളയേണ്ടി വരും. ഒരു ക്യാരറ്റിൻ്റെ അതേ ഉള്ളൂ. പൈസ ഇല്ലടേ മേടിക്കാൻ. അല്ല, ഒരു ക്യാരറ്റിൻ്റെ അല്ല, ഓരോ പുള്ളിയിൽ 1 ക്യാരറ്റ് കൊണ്ടുണ്ട്. 1 ക്യാരറ്റ്, 2 ക്യാരറ്റ്, 3 ക്യാരറ്റ്, 4 ക്യാരറ്റ്, 5 ക്യാരറ്റ്. ഇത് നമ്മൾ വളർന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ 3 ക്യാരറ്റും 2 തക്കാളിയും മേടിച്ചിരുന്നു. തക്കാളിക്കൊക്കെ വളരുന്ന വളർച്ച ഉണ്ടാകും. എൻ്റെ ഈ വളമിടുന്നുണ്ടാണ് ക്യാരറ്റൊക്കെ ഇങ്ങനെയാണ്. ക്യാരറ്റും തക്കാളിയൊക്കെ ഇങ്ങനെ വളരുന്നത് പെട്ടെന്ന്. അങ്ങനെ ഇതുകൊണ്ടിരിക്കണണ്ട. ഒരു ക്യാരറ്റൊക്കെ ഇത്ര സൈസ് ഉണ്ട് എൻ്റെ അമ്മോ. ഈ സൈസിനൊക്കെ ഒറിജിനലായിട്ട് കിട്ടുമെങ്കിൽ കപ്പും. വീണ്ടും സെലക്ട് ആളും എടുത്ത് 1,176 രൂപ ഉണ്ട്. അങ്ങനെ എൻ്റെ ടോട്ടൽ 1,325. ഞാൻ പിന്നെ ക്യാരറ്റിൻ്റെ സൈഡ്, മറ്റേ തക്കാളിയുടെ സൈഡ്, പിന്നെ ഒരു തേങ്ങയുടെ മേടിക്കുന്നുണ്ട്, പക്ഷെ പൈസ ഇല്ല. അങ്ങനെ വീണ്ടും തേങ്ങ ഞാൻ ഒരെണ്ണം മേടിച്ച് കേട്ടാ. 6 ക്യാരറ്റ്, 3 തക്കാളി, 1 തേങ്ങ വരെ, ഒരു തെങ്ങ്. അങ്ങനെ തക്കാളിയും പറിച്ച് തക്കാളി കൊണ്ട് ഇരിക്കുന്നേ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന അതിന് നമ്മൾ ഓടിക്കണം. നേരിട്ട് അവിടെ ഫ്രണ്ടി വന്നത്. പിന്നെ കുറേ വിത്തൊക്കെ ഒരു തെങ്ങ് വെച്ച്
തക്കാളിയും ഗോൾഡിൻ്റെ മറ്റേ ആ പച്ച മാറി ഇലകളെല്ലാം ഗോൾഡാണ്. അങ്ങനെ സിൽവറുണ്ട്, അതിലൊക്കെ നല്ല പൈസ അതിലുണ്ടായിരുന്ന തക്കാളിക്കും അതൊക്കെ സംഭവങ്ങൾക്കെല്ലാം നല്ല പൈസ നല്ല ഉണ്ട സാധനങ്ങളാണ് തക്കാളി. അതൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ 1000-2000 വെച്ച് എൻ്റെ ഒരു ഗാർഡൻ വിശാലപരമായ ഒരു ഗാർഡനായിരുന്നു. വന്യജീവികൾ നല്ല ഒരു ഇതാക്കി. അങ്ങനെ എൻ്റെ തെങ്ങ് താങ്ങിന വളർന്ന് വരികയാണ്. അതിൻ്റെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ 5-6 കൊല്ലം അവരുടെ കൊല്ലം അതിങ്ങനെ കോക്കനട്ട് അതിങ്ങനെ ശതമാനത്തിൽ ഒരു 100% ഉണ്ടാണ്. അത് ഈ ചെറിയ തേങ്ങയല്ല, വലിയ തേങ്ങ വലിപ്പുണ്ട്. എത്ര സാധനം കൊണ്ടുണ്ട് 2190. അങ്ങനെ ടോട്ടലി 2650. ചോറിപ്പോൾ അങ്ങ് തിരിച്ചു പോവാം. പിന്നെ നോക്കിക്കൊണ്ടിരുന്ന പൈസ ഒന്നും പറ്റുമില്ല. 2000 മേടിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് അതല്ല, എനിക്ക് അതിൻ്റെ ഗാർഡനിൽ പെറ്റിനെ കൊണ്ടുപോകണം. ആന അതിനെ അങ്ങനെ വീണ്ടും സ്വീറ്റ്സൊക്കെ വാങ്ങി 2 തേങ്ങ, 5 ക്യാരറ്റ്, 2 ഉള്ളിയൊക്കെ മേടിച്ചു. വീണ്ടും എൻ്റെ പറഞ്ഞില്ലേ ഉണ്ട കോക്കനട്ടാ 3730 ഇത് വിറ്റാൻ കിട്ടും. കോട്ട തേങ്ങ എൻ്റെ തേങ്ങ അങ്ങനെ ക്യാരറ്റ് നിരന്തര വലിച്ചെടുത്ത് ഒരു റാബിറ്റിനെ പോലെ ഒരു മുയലച്ചനെ പോലെ ഞാൻ എൻ്റെ ഗാർഡനിലെ ക്യാരറ്റ് ഇത് ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. തക്കാളിയൊക്കെ വളർന്നിരിക്കുന്നു ഇങ്ങനെ വലുതാവാത്തേക്ക് കൊടുക്കാറുണ്ട്. അതിലൊക്കെ അറിയാതെ നെക്കി പോയിട്ട് ഒരു വിലക്കേടാണ്. ഒരുമാതിരി വൈബ്രേഷൻ അങ്ങനെ ഓരോ സാധനമൊക്കെ വലിച്ചെടുത്ത് മരം കുഴിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. മരം വാടിപ്പോടുമ്പോൾ നല്ല ചെടി വാടിപ്പോണവരെ നിൽക്കാൻ ഈ മാപ്പിലെ സമ്മതിക്കും. അങ്ങനെ അത്രയും വലിയൊരു തേങ്ങയ്ക്ക് 500 സംതിങ്. പക്ഷെ അതിനെക്കാട്ടി ചെറിയൊരു തേങ്ങയ്ക്ക് അവന്മാർ എത്രയും തന്നായിരുന്നു. 2190 തന്നായിരുന്നു. കണ്ട പറഞ്ഞില്ലേ രാത്രിയായപ്പോൾ ഇത്ര നേരം ഈ ഗാർഡനിൽ ഇത്ര ക്ലീൻ ഗാർഡനുള്ളവന്മാരെ കാണിച്ചില്ല. പക്ഷെ നോക്കിയോ കുട്ടിയിലും ഗാർഡനുള്ളവന്മാർ വിഷയം തന്നെ. അതാ 8658. അങ്ങനെ പെറ്റിനെ മേടിക്കാൻ പറ്റുമോ നോക്കിയപ്പം 5000 വേണം. സ്വഭാവം നോക്കിയത്. പിന്നെ അങ്ങനെ വീണ്ടും ഇവിടെ എന്തൊക്കെ ലെമണി കൂട്ടാണ്. അങ്ങനെ ഏതാണെന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് എനിക്കറിയാൻ വയ്യ. സംഭവം അങ്ങനെയൊക്കെ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ വീണ്ടും സ്റ്റോറിലൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ എന്തൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ വയ്യ. ഞാൻ പോയി എൻ്റെ വിത്ത് മേടിച്ചിട്ട് സീഡ്സ് മേടിക്കുന്നത് സീഡ് ഷോപ്പ്. എനിക്ക് ആ പെറ്റിനെ മേടിച്ചോളാൻ വയ്യ. അതുകൊണ്ടാണ് പെറ്റിനെ സ്റ്റോറിലോട്ടായിരുന്നു. പിന്നെ 2000 സംതിങ് ഉള്ളതുകൊണ്ട് കുറേ സാധനങ്ങൾ മേടിച്ച് ഇതിനാണ് നമുക്ക് തെങ്ങിന് കിട്ടുന്നില്ല. സോൾഡ് ഔട്ടായി, അല്ല ഔട്ട് ഓഫ് സ്റ്റോക്കായി. അങ്ങനെ മറ്റേ മുളക് വാങ്ങി, പിന്നെ ടൊമാറ്റോ വാങ്ങി, പിന്നെ ഒനിയൻ ഒരു 3 മേടിച്ച്, ക്യാരറ്റ് നിരന്തര മേടിച്ച്. ക്യാരറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. ക്യാരറ്റ് ഇഷ്ടം പോലെ നമ്മൾ വാങ്ങി മറക്കുന്നത് ഒരു വിഷയവുമില്ല. അങ്ങനെ കുക്കാന്ന് ചോദിച്ചു. പക്ഷെ കുക്കുന്ന എങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്ക് മുളക് വാങ്ങി ടൊമാറ്റോ കണ്ട് തക്കാളിക്കൊക്കെ അവിടെ നിന്ന് തക്കാളി വാളാന്ന് പറയുമ്പോൾ ഒരു കുക്കുണ്ട്. ഉള്ളി ക്യാരറ്റ് 14 ഉണ്ട്.
ഓരോ തക്കാളി പറിച്ചെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയോ? ഞാൻ ഇങ്ങനെ ചുമ്മാ കളിക്കുകയാണ്. ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ കൊള്ളാമായിരുന്നു. ഒരു 50 സബ്സ്ക്രൈബ് ചെയ്താൽ ഇടാൻ പറ്റുമായിരുന്നു. സബ്സ്ക്രൈബൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ നട്ട എല്ലാ ക്യാരറ്റും വാരി എടുത്ത് തേങ്ങയ്ക്കൊന്നൊരു വില കിട്ടുന്നില്ല. തേങ്ങ 200 സംതിങ് കിട്ടുന്നു. 450 കുറവ് കേട്ടോ. ഭയങ്കര തേങ്ങയൊക്കെ എന്തൊരു പൈസ, എന്നിട്ടും വില എന്ത് ഇത്ര ഇടിയുന്നത്? തേങ്ങ പോലെ എന്ത് വരാത്ത. അത് കൊള്ളാം കേട്ടോ. 1760 കിട്ടുന്ന സാധനം. ഇങ്ങനത്തെ വേണം. എന്നാൽ എനിക്ക് ആ പെറ്റിനെ മേടിക്കാൻ പറ്റും. പെറ്റിനെ സെറ്റ് അങ്ങനെ ഓരോ തക്കാളി മറിച്ചെടുക്കും. അവിടെ ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെങ്ങ് നടന്നെയാണ് കുറച്ചുകൂടെ. തെങ്ങ് മതി. തക്കാളിയൊക്കെ പറ്റേതാ. തെങ്ങ് അത്യാവശ്യം കിട്ടുന്നത്. ഒരു തേങ്ങ തന്നെ 400 സംതിങ് കിട്ടും. അത് മുൻകൂട്ടി അത് എത്രയെന്ന് അവർ കാണിച്ചു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ ലാസ്റ്റ് ഒരു ലക്ഷപ്രഭു എൻ്റെ ഈ ടൊമാറ്റോ കടയിൽ തേങ്ങ വിൽപ്പനയും ചാറ്റ് വിൽപ്പനയും ഉള്ളി വിൽപ്പനയും എല്ലാം കൊണ്ട് ഞാൻ ഒരു ലക്ഷപ്രഭു. അതല്ല, ടൊമാറ്റോയുടെ സിൽവർ കളറുണ്ടോ ഈ മേഖലയിൽ? അങ്ങനെ ഒരു സംതിങ് എല്ലാ ക്യാരറ്റിൻ്റെ കടയിൽ 15,000 സംതിങ്. 15,300 അല്ല 400 10 ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ 15,000 രൂപ എൻ്റെ ഗാർഡനിലോട്ട് കയറിയിട്ടുണ്ട്. ഗാർഡനിൽ വിളവെടുത്തുണ്ടായ എൻ്റെ ആദ്യത്തെ 10,000 രൂപ. ഇത് കണ്ട ഞാൻ ഒരു സാധനം കാണിച്ചത്. ഈ എൻ്റെ മറ്റേ ഗാർഡൻ്റെ തൊട്ട് കുറച്ചുകൂടെ അപ്പുറത്തുള്ളവന്മാരെ ഗാർഡൻ കണ്ട മുന്തിരി. അമ്മോ എന്നാ ഈ സാധനമാണ്. മഴത്തുള്ളിയ അമ്മോ കിട്ടുന്ന സാധനം ഇഷ്ടപ്പെട്ടു. ഇത് കണക്കൊരു സാധനം ഞാൻ പറഞ്ഞ് ഇറങ്ങുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മീനുണ്ട്, ആനയുണ്ട്, ഗ്രേപ്സ്, മുന്തിരിക്കൊല. അങ്ങനെ നിൽക്കുമ്പോൾ ആ നടുക്ക് നിന്ന് എന്തിനാ എടുത്ത ഓരോ ചോദിക്കണം. അങ്ങനെ സഹായം ചെയ്യുന്നു. എന്തൊരു സഹായമെന്ന് അറിയാൻ വയ്യ. എന്തിനാ ചോദിക്കുമ്പോൾ തീ കൊടുക്കും. അങ്ങനെ തക്കാളികൾ പറിച്ച് അപ്പുറത്തെ എൻ്റെ തെങ്ങ് സിൽവർ കളറാണ്. ഞാൻ പറഞ്ഞില്ലേ കേട്ടോ 2300 1100 രൂപ ഇടില്ല. ഇതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ പറിച്ച് നീക്കി നിൽക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ ഒന്നെങ്കിൽ സെറ്റ്. പക്ഷേ അല്ലെങ്കിൽ അറിയത്തുള്ളടേ മുളകൊന്നും പറിക്കാനായി, മുളകൊന്നും വിളവെടുക്കാനായി. അല്ല ചുമന്ന് പറഞ്ഞിരിക്കുന്ന മുളകും ചെയ്യുന്ന എത്ര കിട്ടുന്നുണ്ട്. എനിക്ക് എല്ലാം കുറേ ഐറ്റം ഉണ്ട് എൻ്റെ കയ്യിൽ. തേങ്ങ, മുളക്, തക്കാളി, ക്യാരറ്റ് എല്ലാം ഉണ്ട്. 15,700 പക്ഷേ 17,000 സംതിങ് ഉണ്ട്. 5,000 17,000 സംതിങ് അങ്ങനെ കിട്ടിയപ്പോൾ ഇപ്പോൾ 30,000 അല്ല 30,000